മനസമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു ആഗ്രഹമാണ് അല്ലേ? എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെ മനസമാധാനം ഇല്ലാതാക്കുന്നുണ്ട്. ആ പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഓൾ, ജുനൈസ് ആണ്, മൈൻഡ് ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. അമ്മുവും അപ്പുവും ചെറിയ കുട്ടികളാണ്, ചങ്ങാതിമാരാണ് ഇവര്. ഒരു ദിവസം കളിക്കുന്നതിന്റെ ഇടയിൽ അമ്മു എന്ത് ചെയ്യാണ്, അപ്പുവിനോട് പറയാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് വളപ്പൊട്ടുകളുണ്ട്, ഞാൻ ഒരുപാട് കാലമായിട്ട് ശേഖരിച്ചു വെക്കുന്നതാണിത്. ആ സമയത്ത് അപ്പു പറയാണ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള കല്ലുകളുണ്ട്, പല നിറത്തിലുള്ള കല്ലുകളുണ്ട്, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തതാണ്, ഒരുപാട് കാലമായിട്ട് ശേഖരിച്ച് വെച്ചതാണ് എന്നുള്ളത്. അങ്ങനെ എനിക്ക് അമ്മ എന്ത് ചെയ്യാണ്, അപ്പുവിനോട് ചോദിക്കുകയാണ്, ഈ കല്ലുകളെല്ലാം എനിക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിലുള്ള എല്ലാ വളപ്പൊട്ടുകളും നിനക്ക് നൽകാമെന്നുള്ളത്. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, അവരവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അമ്മ എന്ത് ചെയ്യാണ്, കയ്യിലുള്ള എല്ലാ വളപ്പൊട്ടുകളും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. അപ്പു എന്ത് ചെയ്യാണ്, കുറച്ച് കല്ലുകൾ മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ മാറ്റി വെക്കുകയാണ്. കാരണം എന്താ, അമ്മുവിന് അറിയില്ലല്ലോ അപ്പുവിന്റെ കയ്യിൽ എത്രത്തോളം കല്ലുകൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് കല്ലുകൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പു വരുന്നത്. അങ്ങനെ അമ്മുവിന്റെ അടുത്തെത്തി, അപ്പു കയ്യിലുള്ള കല്ല് കൊടുത്തു, അമ്മുവിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, വളപ്പൊട്ടുകൾ വാങ്ങി. രണ്ടുപേർക്കും എന്ത് ചെയ്തു, സന്തോഷമായി. അങ്ങനെ അപ്പുവിന്റെ അടുത്ത് നിന്ന് കിട്ടിയ കല്ലുകളായിട്ട് അമ്മു എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി അമ്മുവിന് ഒരുപാട് സന്തോഷമായി. അന്നത്തെ രാത്രി അമ്മു ഒരുപാട് സന്തോഷത്തോടെ മനസമാധാനത്തോടെ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുകയാണ്. എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ അപ്പുവിന് ചെറിയൊരു സംശയം, ഞാൻ ചെയ്ത പോലെ ഇനി അമ്മു എന്നോട് ചെയ്തിട്ടുണ്ടാവും, എല്ലാ വളപ്പൊട്ടുകളും എനിക്ക് നൽകാതെ കുറച്ച് വളപ്പൊട്ടുകൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ എന്ത് ചെയ്യാണ്, അപ്പുവിന്റെ മനസ്സിൽ കടന്നു വരികയാണ്. അതോടുകൂടി എന്ത് ചെയ്യാണ്, അപ്പുവിന്റെ മനസമാധാനം അവിടെ നഷ്ടപ്പെടുകയാണ്. അന്നത്തെ രാത്രി എന്ത് ചെയ്യാണ്, അപ്പുവിന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അപ്പുവിന്റെ മനസമാധാനം നഷ്ടപ്പെടാൻ കാരണം അപ്പു ചെയ്ത ഒരു പ്രവൃത്തിയാണ് അല്ലെ. ഇങ്ങേ ഭാഗത്ത് അമ്മു ഏറ്റവും മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ മറ്റുള്ളവരോടാവട്ടെ നമ്മളോടാവട്ടെ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ കളവ് പറയാ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിനെന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവരെന്നെ പറ്റിക്കുമോ, ഇല്ലെങ്കിൽ ഇവരെന്നെ പറ്റിക്കുമോ, ഇവരെന്നെ ചതിക്കുമോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ എന്ത് ചെയ്യും, ഇവർക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളത് എന്താണ്, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ സത്യം മാത്രം പറയണമെന്നില്ല, എന്നതിലുപരി കളവ് പറയാതിരിക്കുക, മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക എന്നുള്ളത് എന്താണ്, നമ്മളെ തന്നെ മനസമാധാനം ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ട് എന്ത് ചെയ്യുക, കാണാന്നുള്ളതാണ്.